അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഗുഡ്നെസ് പാത്ത് നന്മയുടെ പാത യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. പവിത്രമാക്കപ്പെട്ട ബലിപെരുന്നാൾ നമ്മിലേക്ക് അടുത്തു വരികയാണ്. ഈ ഒരു സമയത്ത് ബലിപെരുന്നാളുമായി ബന്ധപ്പെട്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇബാദത്താണ്, ഒരു കർമ്മമാണ് ഉളുഹിയ്യത്ത് അറക്കുക എന്നുള്ളത്. ഉളുഹിയ്യത്ത് അറക്കുന്നതുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാനുണ്ട്. അതിന്റെ ഒരു ആമുഖമാണ് ഇന്ന് നാം നിങ്ങളിലേക്ക് അറിയിക്കുന്നത്. ഉളുഹിയ്യത്ത് ദുൽഹിജ്ജ 1 മുൻപ് തന്നെ അറിയേണ്ട വിഷയമായതുകൊണ്ടാണ് കുറച്ച് മുൻപ് നമ്മൾ അതിലേക്ക് എത്തുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഉളുഹിയ്യത്ത് അറുക്കാനുള്ള ഭാഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ, ആമീൻ. ഉളുഹിയ്യത്തുമായി ബന്ധപ്പെട്ട് ഏറ്റവും മർമ്മപ്രധാനമായ ഒരു കാര്യം പറയാനുള്ളത്, ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്ന് ഉളുഹിയ്യത്ത് അറുത്തിട്ടുണ്ട്. അവിടെ നിന്ന് ഉളുഹിയ്യത്ത് അറുക്കുന്ന സമയത്ത് നിയ്യത്ത് വെച്ചിരുന്നത്, ഈ ഉളുഹിയ്യത്ത് എന്റെ പേരിലും എന്റെയും എന്റെ കുടുംബത്തിന്റെയും അതോടൊപ്പം എന്റെ ഉമ്മത്തിന്റെയും ഉളുഹിയ്യത്താണ് എന്നതായിരുന്നു. ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ ഒരു സ്നേഹം നാം ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതാണ്. എന്റെ ഉമ്മത്തിൽപ്പെട്ട ആർക്കെങ്കിലും ഉളുഹിയ്യത്ത് അറുക്കാൻ സാധിക്കാത്തവർ ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടി ഈ ഉളുഹിയ്യത്ത് ആണ് എന്ന നിയ്യത്ത് കൂടിയാണ് ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്ന് കരുതിയിരുന്നത്. ഉളുഹിയ്യത്തുമായി ബന്ധപ്പെട്ട് ഒരു ആമുഖം എന്ന രൂപത്തിൽ നാം പറയുമ്പോൾ ഏറ്റവും മർമ്മപ്രധാനമായി മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, ഉളുഹിയ്യത്ത് അറുക്കാൻ ഉദ്ദേശിക്കുന്ന ആളുകൾ അവർ നഖം, മുടി പോലത്തത് ദുൽഹിജ്ജ 1 ശേഷം കളയാൻ പാടില്ല എന്നുള്ളതാണ്. ദുൽഹിജ്ജ 1 ശേഷം മുടിയോ നഖമോ കളയാതെ അറവ് വരെ അവർ സൂക്ഷിക്കണമെന്നാണ് ഇസ്ലാമിക മാനം. അതോടൊപ്പം തന്നെ ദുൽഹിജ്ജയുമായി ബന്ധപ്പെട്ട് ഉളുഹിയ്യത്തുമായി ബന്ധപ്പെട്ട് നാം വളരെയധികം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ആടിനെയാണ് അറുക്കുന്നത് എങ്കിൽ അത് ഒരാളുടെ ഷെയറാണ്. ഒരാൾക്കാണ് ആടിനെ അറുക്കാൻ സാധിക്കുക. എന്നാൽ അതേ ഒരാൾക്ക് തന്നെ പോത്ത് അല്ലെങ്കിൽ മൂരി എന്നിവയെ അറുക്കാം. അതുപോലെ തന്നെ ഒട്ടകം, അവയൊക്കെ ഒരാൾക്ക് തന്നെ അറുക്കാം. പക്ഷേ ഈ ഒരു പോത്തിന്റെയും അതുപോലെ തന്നെ മൂരി, മാട്, ഒട്ടകം, ആടല്ലാത്ത മാട്, ഒട്ടകം എന്നിവയിൽ 7 പേർക്ക് വരെ ഷെയർ ചേരാവുന്നതാണ്. 7 പേർ അടങ്ങുന്ന ഒരു ടീം, 7 ആളുകൾക്ക് വരെ ഒന്നിൽ തന്നെ ഷെയർ ചെയ്യാവുന്നതാണ്. ഈ ഒരു മസല പറയുമ്പോൾ പല ആളുകളും മനസ്സിലാക്കിയത്, മാട്, ഒട്ടകം എന്നിവയെ അറുക്കുന്ന സമയത്ത് 7 ആളുകൾ കൂടിയാലേ ശരിയാവുകയുള്ളൂ എന്ന് തെറ്റിദ്ധരിച്ചാരെങ്കിലും ഉണ്ടെങ്കിൽ അത് ഈ സമയത്ത് തിരുത്തേണ്ടതാണ്. ഒരാൾക്കും അറുക്കാം, 7 പേർ വരെ ടീമായിട്ട് അറക്കാവുന്നതുമാണ്. അതോടൊപ്പം തന്നെ ദുൽഹിജ്ജ 10 അന്ന് പെരുന്നാൾ ദിവസം ഇമാമ് ഖുത്ബ ഓതി, നിസ്കാരം കഴിഞ്ഞ് ഖുത്ബ ഓതിയതിനു ശേഷമാണ് അറവിന്റെ സമയം ആരംഭിക്കുന്നത്. മഹാന്മാർക്കിടയിൽ ആ സമയം കഴിഞ്ഞാലും മതി എന്നുണ്ടെങ്കിലും പ്രബലമായ അഭിപ്രായം ഖുത്ബ കഴിഞ്ഞതിന് ശേഷം അറവ് നടത്തുക എന്നുള്ളതാണ്. അപ്പോൾ ഖുത്ബ കഴിഞ്ഞതിന് ശേഷം ആരംഭിച്ച് ദുൽഹിജ്ജ 13 വൈകുന്നേരം വരെ നീണ്ടു നിൽക്കുന്ന അറവിന്റെ സമയം ഏതെങ്കിലും ഒരു സമയത്ത് അറുത്താൽ തന്നെ ഉളുഹിയ്യത്തിന്റെ പുണ്യം ലഭിക്കുന്നതാണ്. ഉളുഹിയ്യത്ത് ഒരാള് നേർച്ചയാക്കിയതാണെങ്കിൽ അതിൽ നിന്ന് അവന് ഒന്നും തന്നെ എടുക്കാൻ പാടില്ല, മുഴുവനായിട്ട് അത് കൊടുക്കണം. എന്നാൽ ഉളുഹിയ്യത്ത് സാധാരണ രൂപത്തിലുള്ള ഉളുഹിയ്യത്താണെങ്കിൽ അഥവാ സുന്നത്തായ ഉളുഹിയ്യത്താണെങ്കിൽ, നേർച്ചയാക്കിയാൽ അത് നിർബന്ധമായല്ലോ. സുന്നത്തായ ഉളുഹിയ്യത്താണെങ്കിൽ അതിൽ നിന്ന് അല്പം അവന് എടുക്കണം. അത് കരളിന്റെ ഭാഗത്ത് നിന്നായാൽ ഏറ്റവും നല്ലത്. അതോടൊപ്പം തന്നെ ഉളുഹിയ്യത്തിന്റെ മാംസം വിതരണം ചെയ്യുമ്പോൾ പാവപ്പെട്ട ഒരു തൂക്കം പാവപ്പെട്ട ആൾക്ക് എത്തിക്കണം എന്നുള്ളതാണ്. പിന്നെ അത് പണക്കാർക്ക് കൊടുത്താലും മറ്റുള്ള ആർക്ക് കൊടുത്താലും അതിന് കുഴപ്പമില്ല. മുസ്ലിംകളായ ആർക്കും തന്നെ അത് വിതരണം ചെയ്യാവുന്നതാണ്. ഉളുഹിയ്യത്തുമായി ബന്ധപ്പെട്ട കാര്യം പറയുമ്പോഴാണ്, ഉളുഹിയ്യത്തിന്റെ മൃഗത്തെ കാണുന്ന സമയത്ത് അത് ഉളുഹിയ്യത്ത് അറുക്കുന്ന ആളാണെങ്കിലും അല്ലാത്തവരാണെങ്കിലും തക്ബീർ ചൊല്ലൽ പ്രത്യേകം സുന്നത്തുണ്ട്. ദുൽഹിജ്ജ 1 മുതൽ 13 വരെ നീണ്ടു നിൽക്കുന്ന സമയങ്ങളിലെല്ലാം ഈ മൃഗങ്ങളെ കണ്ടാൽ തക്ബീർ ചൊല്ലൽ സുന്നത്തുണ്ട്. തക്ബീറിന്റെ കാര്യം പറയുമ്പോൾ ദുൽഹിജ്ജ 9 സുബ്ഹ് മുതൽ ദുൽഹിജ്ജ 13 അസർ വരെ നിസ്കാരത്തിന് ശേഷവും പ്രത്യേകം തക്ബീറുകൾ ചൊല്ലൽ സുന്നത്തുണ്ട്. അതുപോലെ തന്നെ പെരുന്നാളിന്റെ രാവ് മുതൽ പെരുന്നാളിന്റെ മഗ്രിബ് വരെ എല്ലാ സമയത്തും തക്ബീറുകൾ ചൊല്ലൽ പ്രത്യേകം സുന്നത്തുണ്ട്. ഈ സുന്നത്തുകളെല്ലാം നാം മനസ്സിലാക്കുകയും ഉളുഹിയ്യത്ത് അറുക്കുന്നതിലേക്ക് പറ്റുന്നവരെല്ലാം പങ്കെടുത്ത് ഒരാടിനെയെങ്കിലും അറുത്ത്, അതല്ലാത്തവർ
ഒരു മാടിലോ അല്ലെങ്കിൽ മറ്റു മൂരി പോത്ത് ഏതാണോ അറവ് നടത്തുന്നത് അതിൽ പങ്കെടുത്തുകൊണ്ട് ഉളുഹിയത്തിന്റെ ആ ഒരു സുന്നത്തിൽ നാം ഭാഗവാക്കാവണം. ഒരു കുടുംബത്തിൽ നിന്നുള്ള ഒരാള് സുന്നത്തായ ഈ ഉളുഹിയത്തിൽ പങ്കെടുക്കണമെന്നുള്ളതാണ് ഇസ്ലാമിന്റെ നിയമം. ഈ ഉളുഹിയത്ത് അറുക്കുന്ന മൃഗം അത് നാളെ അവനിക്ക് സ്വർഗത്തിലേക്കുള്ള വാഹനമായിരിക്കും എന്നാണ് ഹബീബുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഏറ്റവും നല്ല, ഏറ്റവും സ്ട്രോങ് ഉള്ള, നല്ല ഭാരമുള്ള, കനമുള്ള മൃഗത്തെ അറുക്കുകയാണെങ്കിൽ അത് നാളെ അവനിക്ക് സ്ട്രോങ് ഉള്ള വാഹനത്തിൽ സ്വർഗത്തിലേക്ക് പോകാനുള്ള വഴിയൊരുക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും ഉളുഹിയത്ത് അറുക്കാൻ, ആ ഒരു സുന്നത്തിൽ ഭാഗവാക്കാവാനും അള്ളാഹു തൃപ്തിപ്പെടുന്ന രൂപത്തിൽ ദുൽഹിജ്ജയെയും പെരുന്നാളിനെയും കൊണ്ടാടാനും അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകട്ടെ. പ്ലീസ് വാച്ച് ആൻഡ് സബ്സ്ക്രൈബ് ഗുഡ്നെസ് പാത്സ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.